ബുങ്ജോഹോയുടെ ബാക്കി പടങ്ങൾ അത്ര നല്ലതല്ല, കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു ഫൺ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഡാർക്ക് കോമഡി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ല ഇഷ്ടപ്പെടും. പാരസൈറ്റ് പോലെയല്ല, പാരസൈറ്റ് എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് ആ ഒരു ടൈപ്പ് പടമല്ല, സയൻസ് ഫിക്ഷൻ ആണ്. അല്ല, അടിപൊളി സിനിമയാണ്, നമുക്ക് സമയം പോകണമെന്ന് അറിയില്ല. It was kind of alright. It wasn't that great. About the movie, that's what I'm talking about. It wasn't that fun of an experience. It was alright. It wasn't that philosophical or existential as I expected it to be. That's it. നല്ല സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഫണ്ണാണ്, നല്ല കോമഡി കണ്ടിരിക്കാൻ കൊള്ളാം. പടം കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു ഫൺ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഡാർക്ക് കോമഡി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ല ഇഷ്ടപ്പെടും. ത്രില്ലർ എന്നുള്ള രീതിക്കല്ല, ലൈക്ക് ഒരു ഡാർക്ക് കോമഡി എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് ഒരു ത്രില്ലിംഗ് എന്നുള്ളൊരു സെൻസ് ഇല്ല, എല്ലാം ഒരു ഫൺ എക്സ്പീരിയൻസിൽ തന്നെയാണ് എല്ലാ ക്യാരക്ടേഴ്സിനെയും പോർട്രേ ചെയ്തേക്കുന്നത്. നല്ല പടമാണ് ബ്രോ, നല്ല പടം. പറഞ്ഞ കുറിച്ച് നല്ല പടം. എടുത്തു പറയാൻ അഭിനയമൊക്കെ നല്ല, കഥയിൽ കുറച്ചുകൂടെ നന്നാക്കായിരുന്നു തോന്നുന്നു. ഡാർക്ക് കോമഡി ഫുൾ അങ്ങനെയല്ല, പക്ഷെ കുറേയൊക്കെ കോമഡീസ് വർക്ക് ആവുന്നുണ്ട്. ബുങ്ജോഹോയുടെ ബാക്കി പടങ്ങൾ അത്ര നല്ലതല്ല. നല്ല പടം. അടിപൊളി പടമായിരുന്നു. അഭിനയം കൊള്ളാം. റോബർട്ട് പാറ്റിൻസണും എല്ലാവരും അടിപൊളിയായിരുന്നു. മാർക്ക് റഫലോ, ബോങ് ജോൺ ഹോ ആണല്ലോ, അടിപൊളിയായിരുന്നു എല്ലാം. ആസ്പെക്ട് റേഷ്യോ ഇച്ചിരി വിയേർഡായിരുന്നു. അവർ പ്രൊജക്ഷനിൽ പ്രശ്നം ഉണ്ടായിരുന്നു തോന്നുന്നു, ബാക്കിയൊക്കെ കിട്ടില്ലായിരുന്നു. ഡയറക്ഷൻ കിട്ടില്ലായിരുന്നു. ആ കോൺസെപ്റ്റ് എക്സ്പ്ലോർ ചെയ്തതും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ബോങ് ജോൺ ഹോ ആണല്ലോ, അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. കോമഡി അടിപൊളിയായിരുന്നു, റിയലി ഫണി. ഓവറോൾ അടിപൊളി പടമായിരുന്നു, വെരി ഗുഡ്. പാരസൈറ്റ് പോലെയല്ല, പാരസൈറ്റ് എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് ആ ഒരു ടൈപ്പ് പടമല്ല, സയൻസ് ഫിക്ഷൻ ആണ്. വേറെ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു പടം. വേറെ കൂടുതലൊന്നും പറയാനില്ല, നല്ല അടിപൊളിയാണ് പടം, നല്ലതാണ് ബ്രോ, കണ്ടു. മസ്റ്റ് വാച്ച് ആണ്, തിയേറ്ററിൽ തന്നെ പോയി കാണണം. തിയേറ്ററിൽ പോയി കാണാനുണ്ട്, എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഇറ്റ്സ് റിയലി ഗുഡ്. ഇച്ചിരി കുഴപ്പമുണ്ടായിരുന്നു, ആസ്പെക്ട് റേഷ്യോ എന്തോ വിയേർഡായിരുന്നു, രണ്ട് സൈഡിലും വെട്ടിയിരുന്നു. പക്ഷേ പടം അങ്ങനെയല്ല, അപ്പം കുറച്ച് മേളിൽ നിന്ന് മിസ്സായോ എന്ന് അറിഞ്ഞുകൂടാ, ലൈക്ക് സ്ക്രീനിൽ. പക്ഷേ ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നു, പക്ഷേ അത് പ്രൊജക്ഷൻ്റെ ആണ്. പടം അടിപൊളിയായിരുന്നു. ഓവറോൾ നല്ല രസമുണ്ട്, നമുക്ക് സമയം പോകണത് അറിയത്തില്ല. റോബർട്ട് പാറ്റിൻസൺ ആയാലും പുള്ളിയുടെ രണ്ട് രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ ഇതിലുണ്ട്, എല്ലാം ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. പിന്നെ മാർക്ക് റഫലോ വില്ലനായിട്ടും അടിപൊളിയായിരുന്നു. അല്ല, അടിപൊളി സിനിമയാണ്, നമുക്ക് സമയം പോകണമെന്ന് അറിയില്ല, അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന. പുള്ളിയുടെ പ്രീവിയസ് പടം വെച്ച് നോക്കുമ്പോൾ ആ പാരസൈറ്റ് പോലെയൊന്നുമല്ല, ആ പേസിംഗ് ഒന്നുമല്ല. സിനിമ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണ്, 2 മണിക്കൂർ 17 മിനിറ്റ് ഒന്നും പോകണത് അറിയത്തില്ല. നല്ല രസമുണ്ട്. ഇതിലിപ്പോൾ ഐമാക്സിൽ കാണാനുള്ള ക്വാളിറ്റി ഉണ്ട് സിനിമയ്ക്ക്, അല്ലെ വിഷ്വൽ എഫക്ട്സ് ആയാലും കാര്യങ്ങളും ഐമാക്സിൽ ഇതിൽ കാണുമ്പോൾ സൈഡിൽ ബ്ലാക്ക് ബാർസ് ഒക്കെ കാണാം. ഐമാക്സിൽ ഫുൾ ആസ്പെക്ട് റേഷ്യോയിൽ അടിപൊളിയായിട്ട് കാണാം. കൊള്ളാം. എല്ലാവരുടെ അഭിനയം കൊള്ളായിരുന്നു.